الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون. സൃഷ്ടാവും പ്രപഞ്ച നാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമ്മെയും എല്ലാ മനുഷ്യരെയും നമ്മുടെ നാടിനെ തന്നെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ തിങ്കളാഴ്ച പാതിരാവ് കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഉറക്കത്തിലേക്ക് പോയ ഒരു സമൂഹം, ഒരു നാട് ഒന്നടങ്കം സെക്കൻഡുകളെ കൊണ്ട് ഇല്ലാതായി തീർന്നു എന്ന അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകൾ അറിഞ്ഞിരിക്കുന്നവരാണ് നാം. ദൃശ്യ മാധ്യമങ്ങൾ ആ ദുരന്ത കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദിനപത്രങ്ങൾ മുഴുവൻ പേജുകളും ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളായാലും ഞാനായിരുന്നാലും പലപ്പോഴും പത്രം തുറക്കുകയും വാർത്ത വായിക്കുകയും കുറച്ച് കഴിയുമ്പോൾ വായിക്കാൻ പ്രയാസമായിട്ട് മാറ്റിവെക്കുകയും പിന്നെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലാണുള്ളത്. ആ ദുരന്തത്തിൽ മരണമടഞ്ഞ സഹോദരങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പരിക്കേറ്റ മനുഷ്യർ എത്രയും വേഗം അള്ളാഹു ശിഫ നൽകട്ടെ. ദുരന്തത്തിന്റെ പേരിൽ ബന്ധുജനങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വേദനിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ക്ഷമയും മനസ്സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അത് മിമ്പറിൽ നിന്ന് നടന്നത് വിശദീകരിക്കേണ്ടതില്ല. കാരണം എന്നേക്കാൾ നന്നായി ആ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളവരാണ്. അള്ളാഹു പരലോകത്തെക്കുറിച്ച് പറയുന്ന ഒരു സന്ദർഭം, സമ്പത്തോ സന്താനങ്ങളോ ബന്ധുജനങ്ങളോ ഉപകരിക്കാത്ത സന്ദർഭം എന്ന് പരലോകത്തെപ്പറ്റി അള്ളാഹ് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വസ്തുത ബോധ്യപ്പെടുമാറ്
അതിന് തുല്യമല്ലെങ്കിൽ പോലും മാതാവിന്റെ കൈകളിൽ നിന്ന് ഊർന്നു മാറിപ്പോകുന്ന മക്കൾ, ആരോഗ്യവാനായ മകന്റെ കയ്യിൽ നിന്ന് ഊർന്നു പോകുന്ന മാതാപിതാക്കൾ, ആർക്കും ആരെയും രക്ഷിക്കാനാവാത്ത പല വീടുകളിലും മക്കളുടെ കല്യാണത്തിനായി ശേഖരിച്ച പണവും സ്വർണ്ണാഭരണങ്ങളും ഉണ്ടായിരുന്നു ഒലിച്ചുപോയ വീടുകളിൽ. മറ്റു പല ലക്ഷ്യങ്ങൾക്കായി കരുതി വച്ച സമ്പത്ത്, ആ നാട് അവിടെ ഇല്ല. ആ നാട്, അങ്ങനെ ഒരു നാട് ഇല്ല എന്നൊരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച ഇല്ലേ, തിങ്കളാഴ്ച പാതിരാവിൽ നടന്ന ഇന്നും ചാലിയാറിൽ നിന്ന് മയ്യത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നും 12 മണിക്ക് മുമ്പും. അതും മലപ്പുറത്ത് സംഭവിക്കുന്ന വയനാടില് നിലമ്പൂരിനടുത്ത ചുങ്കത്തറയിൽ നിന്നാണ് ഇന്ന് മയ്യത്ത് കിട്ടിയത്. ഇന്നലെ വരെ എത്തിപ്പെടാത്ത ഏറ്റവും ഉയരമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജീവനുള്ള 4 മനുഷ്യരെ പട്ടാളം രക്ഷിച്ചു. അതും ഇന്ന് ലേറ്റസ്റ്റ് ന്യൂസാണ്. ജീവൻ ഇത്ര ദിവസം എങ്ങനെ കഴിച്ചുകൂട്ടി? അങ്ങനെ മനുഷ്യന് കേൾക്കാനോ വായിക്കാനോ സാധിക്കാത്ത ദുരന്തങ്ങൾ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉരുൾപൊട്ടൽ പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇത്ര വലിയത് ആദ്യം കേരളത്തിൽ. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മനുഷ്യർക്ക്, ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണപാഠങ്ങൾ അതിലുണ്ടോ? അതുകൂടി അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. അവർക്ക് സമാശ്വാസം നൽകുക എന്നതോടൊപ്പം തന്നെ ഈ സംഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഗുണപാഠങ്ങൾ, ഭാവിയിലേക്ക് നമുക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും. ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ നിസ്സഹായാവസ്ഥ ആണ്, ദുർബലനാണ്. എത്ര വിദ്യാഭ്യാസം നേടിയാലും, എത്ര ശാസ്ത്ര സാങ്കേതിക കഴിവുകൾ നേടിയാലും മനുഷ്യൻ ദുർബലൻ തന്നെയാകുന്നു. അപ്പോൾ ദുർബലരായ മനുഷ്യര് സർവശക്തനായ റബ്ബിലേക്ക് വിനയപ്പെട്ടു മടങ്ങുക എന്നൊരു ഉത്തരത്തിലാണ് നാം എല്ലാവരും എത്തിച്ചേരുക. എല്ലാം കഴിയുന്ന ഒരു സർവശക്തനായ സൃഷ്ടാവിലേക്ക് വിനയപ്പെട്ടു മടങ്ങുക എന്നതല്ലാതെ നമ്മുടെ സമ്പത്ത് കൊണ്ടോ ആൾബലം കൊണ്ടോ ശാസ്ത്ര സാങ്കേതികമായ അറിവ് കൊണ്ടോ പ്രയോജനപ്പെടാത്ത അനേകം സന്ദർഭങ്ങൾ നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിന്റെ ഗുണപാഠം സർവശക്തനായ റബ്ബിലേക്ക് വിനയപ്പെട്ടു മടങ്ങുക എന്നതാണ്. സൂറത്ത് സുമറിൽ അല്ലാഹു പറഞ്ഞു, വ അനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് വിനയപ്പെട്ടു മടങ്ങുക. വ അസ്ലിമൂ ലഹു, ആ റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, ശിക്ഷ വരുന്നതിന് മുമ്പ്, ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ റബ്ബിലേക്ക് വിനയപ്പെട്ടു മടങ്ങുക. ആ അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. സുമ്മലാ തുൻസറൂൻ, വന്നു ഭവിച്ചതിന് ശേഷം സഹായിക്കപ്പെടുകയില്ല. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന ഏറ്റവും ഉത്തമമായ അല്ലാഹുവിന്റെ ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണം. മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിച്ച, മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പ്, ബഗ്തതൻ, പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. പെട്ടെന്നാണ്. വ അൻതും ലാ തശ്ഉറൂൻ, അറിയാത്ത വിധത്തിൽ, അത് ചിന്തിക്കാത്ത സമയത്ത്, സുഷുപ്തിയിൽ കിടന്നിറങ്ങുമ്പോ, പകലിൽ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾക്കൊരു നൽകുന്ന ഗുണപാഠം, നമ്മളെത്ര തന്നെ വലിയവരായിരുന്നാലും ചെറിയവർ തന്നെയാണ്. അല്ലാഹു അക്ബർ,
ഏറ്റവും വലിയവൻ അല്ലാഹു തന്നെയാകുന്നു. ആ റബ്ബിന്റെ കാരുണ്യത്തിലേക്ക് ആശ്രയിക്കുകയല്ലാതെ മറ്റൊരു മാർഗം നമുക്കില്ല. നമ്മെപ്പറ്റി അള്ളാഹ് വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. മുസ്ലിങ്ങളെ എന്നല്ല, വേറെ ഏതെങ്കിലും വിഭാഗത്തെ അല്ല. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം ഫക്കീറന്മാരാകുന്നു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. അള്ളാഹുവിന്റെ കാരുണ്യം ആവശ്യമുള്ളവരാകുന്നു നിങ്ങൾ. അള്ളാഹുവിന്റെ രക്ഷ ആവശ്യമുള്ളവരാകുന്നു നിങ്ങൾ. നമ്മൾ തമ്മിൽ, മനുഷ്യർ തമ്മിൽ ഫക്കീർ വലിയു എന്നൊക്കെ കമ്പയർ ചെയ്യാമെങ്കിലും അധികാരി പ്രജ, രാജാവ് പ്രജ, ഭരണം നടത്തുന്നവർ ഭരണീയർ, മുതലാളി തൊഴിലാളി എന്ന അന്തരങ്ങൾ തമ്മിൽ പറയാമെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് മുഴുവൻ മനുഷ്യരും, അത് ഭരണകർത്താവായാലും ഭരണീയരായിരുന്നാലും, പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന വലിയ കമ്പനികളുടെ ഉടമയായിരുന്നാലും അതിലെ സ്വീപ്പറായിരുന്നാലും, അന്തുമുൽ ഫുഖറാ, നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാകുന്നു, ഫക്കീറന്മാരാകുന്നു. വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്, ആശ്രയം വേണ്ടാത്തവൻ അല്ലാഹ് മാത്രം, അവൻ സ്തുത്യർഹനുമാകുന്നു. മരണം എപ്പോഴും സംഭവിക്കാം. രോഗം കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപകടത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടുമില്ലാതെയും മരിക്കും. ആ മരണത്തെ, ഇപ്പോ രോഗം, അതിന് ചികിത്സ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണത്തിന് മരുന്നില്ല. രോഗങ്ങൾ മരുന്ന് കൊണ്ട് മാറാം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി. പക്ഷേ മരണത്തെ മാറ്റി നിർത്താവുന്ന മരുന്ന് കണ്ടെത്തിയിട്ടില്ല. അത് സംഭവിക്കും, കൃത്യമായി നിർണയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ചിന്ത, റബ്ബിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് നാം മുക്തരാവാൻ പാടില്ല. എങ്ങനെ എപ്പൊക്കെ വരും? അള്ളാഹ് സൂറത്ത് അഅറാഫിൽ പറഞ്ഞത്, അഫ അമിന അഹ്ലുൽ ഖുറാ, ഈ നാട്ടുകാര് നിർഭയരാണോ, ഭയമില്ലാത്തവരാണോ? അയ്യഅ്തിയഹും ബഅസുനാ ബയാതൻ വഹും നാഇമൂൻ, രാത്രിയിൽ നമ്മുടെ ശിക്ഷ അവർക്ക് വരുന്നതിനെ പറ്റി, വഹും നാഇമൂൻ, സുഖ സുഷുപ്തിയിൽ മുഴുകിക്കൊണ്ടിരിക്കെ, ഉറക്കത്തിലായിക്കൊണ്ടിരിക്കെ. ഖുർആന്റെ പ്രയോഗം ശ്രദ്ധിക്കണം. മിക്കവാറും ഇത്തരം ദുരന്തങ്ങൾ പാതിരാവിലാണ്, പുലർച്ചെയാണ്. ഭൂമി കുലുക്കങ്ങളാവട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെയും 2 മണി 3 മണി 4 മണി സമയത്താണ്. ഈ രാത്രി ഉറങ്ങാൻ വൈകിയവർ പോലും ഉറക്കത്തിലേക്ക് പോകുന്ന സമയം. അല്ലാഹ് പറയാം, വഹും നാഇമൂൻ, അവര് ഉറക്കത്തിൽ ലയിച്ചിരിക്കെ നമ്മുടെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് ഒരു പേടിയും ഈ മനുഷ്യർക്ക് തോന്നുന്നില്ലേ? തൊട്ടടുത്ത വാചകം എന്താ? തൊട്ടടുത്ത ആയത്ത്, അഫ അമിനു, അഫ അമിനു, അവ അമിനു, അവ അമിന അഹ്ലുൽ ഖുറാ, നാട്ടുകാര് നിർഭയരാണോ? അയ്യഅ്തിയഹും ബഅസുനാ ളുഹൻ, ളുഹാ സമയത്ത് നമ്മുടെ ശിക്ഷ വരുന്നതിനെ കുറിച്ച്, വഹും യൽഅബൂൻ, അവർ വിനോദങ്ങളിലും കളികളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കെ പ്രഭാതവേളയിൽ നമ്മുടെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ? അഫ അമിനു മക്റല്ലാഹ്, അള്ളാന്റെ തന്ത്രങ്ങളെ കുറിച്ച് അവർ നിർഭയരാണോ? വലാ യൗമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, അള്ളാഹുവിന്റെ തന്ത്രങ്ങളെ നിർഭയരായിരിക്കുന്നവർ നഷ്ടകാരികളല്ലാതെ മറ്റാരും തന്നെയല്ല. എല്ലാറ്റിനും കഴിയുന്ന അള്ളാഹു. എന്തൊക്കെയാണ് ഈ ഭൂമി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്? ആകാശം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള എന്തെല്ലാം നമുക്കൊന്നും അറിയില്ല. വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ്. ഈ ആകാശ ലോകത്ത് നിന്ന് നന്മയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രയാസകരമായി തീരും എന്തെല്ലാം ഇറങ്ങി വരും നമുക്കറിയില്ല. ഈ ഭൂമി പൊതിഞ്ഞു പിടിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നും നമുക്കറിയില്ല. നമുക്ക് ഗുണപരമായതോ നമുക്ക് നാശകരമായതോ അതും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആകാശഭൂമികളിൽ അള്ളാഹു എല്ലാം ഭൂമിയിൽ പൂണ്ടുകിടക്കുന്ന ധാന്യമണിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആകാശത്തിന്റെ ഏതു കോണിലുള്ള നിസ്സാര വസ്തുവിനെ സംബന്ധിച്ചും
പാറയിടുക്കളിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയെ കുറിച്ചും അള്ളാഹുവിന് കൃത്യമായി അറിയാം. ഒരു മരത്തിന്റെ ഇല പോലും അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് ഒഴിവായിക്കൊണ്ടൊരു ഇല പോലും കൊഴിയുന്നില്ല എന്ന് റബ്ബുൽ ആലമീനായ തമ്പുരാൻ അവന്റെ കിതാബിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രശ്നം അതല്ല സഹോദരങ്ങളെ. ആ ദുരന്തത്തിലെ പ്രയാസപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ചെറുതോ വലുതോ എത്ര തവണ എന്തൊക്കെ 18-ലും 19-ലും പ്രളയം കൊണ്ട് മനുഷ്യരൊറ്റപ്പെട്ടു. 20-ഉം 21-ഉം കൊറോണയുടെ പേരിൽ ഒറ്റപ്പെട്ടു. അന്നൊക്കെ നമ്മളൊരു രീതി സ്വീകരിച്ചിരുന്നല്ലോ. എന്ത് വേഗമാണ് മനുഷ്യർ മറക്കുന്നത്. പെട്ടെന്ന് മറക്കുന്നു മനുഷ്യൻ. അതങ്ങോട്ട് കഴിയുമ്പോ പിന്നെ ആർമാദ തീർപ്പിലാണ് മനുഷ്യരൊക്കെയും. ആഘോഷമല്ലാത്തതിനെ പോലും ആഘോഷമാക്കി മാറ്റുക. ഇതിനിടയിൽ ഈ ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ കൂരിരുട്ടിൽ പോലും ചില പ്രകാശരേഖകൾ കാണുന്നു. അതും പറയാതെ പോകാൻ പറ്റില്ല. ഈ ലോകത്തിന്റെ നന്മ വറ്റിത്തീർന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്ന വിധമാണ് സന്നദ്ധ സംഘങ്ങൾ സ്വന്തം ജീവൻ അവഗണിച്ചുകൊണ്ട് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ മനുഷ്യന്മാര് ആ നാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ഭക്ഷ്യവസ്തുക്കൾ പലപ്പോഴും അവിടെ അത് എനിക്ക് പറയാൻ പാടുണ്ടോന്നറിയില്ല. ഇനി അകലങ്ങളിൽ നിന്നൊന്നും കൊണ്ടുവരല്ലേ എന്ന് പറയാവുന്നൊരവസ്ഥയിലാണ്. വസ്തുക്കൾ പണം ആവശ്യം വരും, പുനരധിവാസത്തിന് പണം ആവശ്യം വരും. വസ്തുക്കളായി കൊണ്ടുവരലേ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഈ പുനരധിവാസ കേന്ദ്രങ്ങളിലും അഭയ കേന്ദ്രങ്ങളിലും എല്ലാം കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അറിവുള്ളവരും അറിയാത്തവരും അവിടെ മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയ വ്യത്യാസമില്ല, മതസംഘടനകളുടെ വ്യത്യാസമില്ല. എല്ലാവരും കൈമെയ് മറന്ന് അവരെ രക്ഷിച്ചെടുക്കാൻ അതൊരു വെള്ളിരേഖയാണ്, പ്രകാശമാണ്. അള്ളാഹു അവർക്കും പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഇത്തരം സന്ദർഭത്തിൽ അതിപ്രധാനമായ ഒരു സംഗതി നമ്മൾ മറക്കുന്നു എന്നതാണ്. ജീവിതം ആഘോഷിക്കാനുള്ളതാകുന്നു എന്നൊരു സന്ദേശമാണ് ഇപ്പോ പൊതുവെ നൽകപ്പെടുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യം സുഖിക്കുക, ആനന്ദിക്കുക, ആർമാദിക്കുക. മരിച്ച വീട്ടിൽ പോലും ആഘോഷമായിട്ട് മാറണം. അതുകൊണ്ടാണ് മരിച്ച വീട്ടിൽ മയ്യത്തങ്ങൾ എടുത്ത് കഴിഞ്ഞു പോയാൽ പിന്നെ ആ വീട്ടിലെ ദുഃഖമാണല്ലോ. മരിച്ച വീട്ടില് നമ്മുടെ നാട്ടിൽ എന്താ കാണുന്നത്? ആഘോഷ സുദിനങ്ങളെ പോലെയാണ്. തൊട്ടടുത്ത ദിവസവും 3-നും 5-നും 7-നും ഒക്കെ ആഘോഷങ്ങളായി രൂപപ്പെടുകയാണ്. ദുഃഖത്തിന്റെ സന്ദർഭങ്ങൾ പോലും. ഭൗതികവാദികളെ സംബന്ധിച്ച്, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമാണത്. മരണം വരെ ജീവിതമുള്ളൂ. അതുകൊണ്ട് ഉള്ള കാലം പരമാവധി അടിച്ചു പൊളിക്കുക. അവിടെ നിന്ന് അവര് തുടങ്ങി വെച്ചു. മതത്തെ ബാഹ്യമായി സ്വീകരിക്കുകയും ജീവിതത്തിൽ മതത്തിനൊരു സ്വാധീനമില്ലാത്ത പല മതവിഭാഗങ്ങളുണ്ടല്ലോ, അവരതിനെ പിന്തുടർന്നു. ഇസ്ലാമിൽ ഈ ഉമ്മത്തിൽപ്പെട്ടവരെന്ന ദീനില്ലാത്തവരും പിന്തുടർന്നു. അപകടമതല്ല പ്രിയപ്പെട്ടവരെ. ദീനുള്ളവർ, കൃത്യമായി നമസ്കരിക്കുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ, നോമ്പനുഷ്ഠിക്കുന്നവർ, ദീനുള്ളവർ പോലും അറിഞ്ഞോ അറിയാതോ ആ ആകർഷണ വലയത്തിൽ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ദീനീ സംഘടനകളും ആഘോഷിക്കാനുള്ള സന്ദേശ, ദീനിന്റെ സംഘടനകൾ വരെ ആഘോഷം അവരുടെ സംഘടനാ പ്രവർത്തനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സൂക്ഷിക്കണം നമ്മൾ. ഇനി എവിടെന്നാ പ്രതീക്ഷ? ഭൗതികവാദികൾ പോവും. അവർക്ക് പരലോകത്തിലെ വിചാരണ ഒന്നും പേടിയില്ല, സ്വർഗനരകത്തെ പറ്റി വിശ്വാസമില്ല. മതത്തെ വെറുതെ ഒരു ആവരണമായിട്ട് ഇന്ന മതക്കാരനാണ് എന്ന് അറിയപ്പെടാൻ മതി. ജീവിതത്തിലോ ക്രയവിക്രയങ്ങളിലോ ഒന്നും അതിന്റെ സ്വാധീനമില്ല. അതും പോട്ടെ, ഈ ഉമ്മത്ത് കൃത്യമായി കണിശമായ മാർഗനിർദ്ദേശമുള്ളവരല്ലേ? പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടവരല്ലേ നാം?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടവരല്ലേ നാം? അതിന് നേതൃത്വം കൊടുക്കലാണല്ലോ മതസംഘങ്ങളുടെ പോലും ജോലി. അവരും വളർന്നു വരുന്ന തലമുറക്ക് കൈമാറുന്ന സന്ദേശം ആഘോഷം, ആഘോഷം, ദീൻ തന്നെ ആഘോഷമാക്കി മാറ്റുക എന്ന അപകടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട ഹദീസ് ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കേണ്ടി വരും. റസൂലുള്ളാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വാഹനത്തിന്റെ പിറകിൽ സഞ്ചരിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞത്, യാ ഗുലാം വഅല്ലിമുക ബികലിമാത്തിൻ യൻഫഉകല്ലാഹു ബിഹിന്ന, നിന്റെ ജീവിതത്തിൽ റബ്ബ് നിനക്ക് ഉപകാരപ്പെടാവുന്ന ചില വചനങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. ഖുൽതു ബലാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് പറഞ്ഞു തരണം. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അല്ലാഹനെ സൂക്ഷിക്കണം ആണ് വിഷയം. നീ അല്ലാഹനെ സൂക്ഷിക്കണം, എങ്കിൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കും. ഇഹ്ഫദില്ലാഹ്, രണ്ടാമത് ആവർത്തിക്കുന്നു, നീ അല്ലാഹനെ സൂക്ഷിക്കണം. തജിദുഹു അമാമക, ഏതൊരു പ്രതിസന്ധിയിലും നിന്റെ മുന്നിൽ അല്ലാഹു ഉണ്ടാവും. നീ ഏതൊരു പ്രതിസന്ധിയിലും നിന്റെ മുന്നിൽ അല്ലാഹു ഉണ്ടാവും. നീ അല്ലാഹനെ സൂക്ഷിച്ചാൽ. നമ്മുടെ ഇന്നത്തെ വിഷയത്തോട് യോജിച്ചതുണ്ട്. അത് പ്രധാനമായി യോജിച്ച ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഹദീസ് ഈ ആഴ്ച പറയും. തഅരിഫ് ഇലൈഹി ഫിർറഖാഇ യഅരിഫുക ഫിശുദ്ദ. നിനക്ക് ഐശ്വര്യം കൂടി വരുമ്പോൾ, ആനന്ദം കൂടി വരുമ്പോൾ അല്ലാഹുവിനെ അറിഞ്ഞു പെരുമാറണം. എങ്കിൽ നിനക്ക് പ്രതിസന്ധി വരുമ്പോ റബ്ബ് നിന്നെ അറിയും. മറന്നുപോണ കാര്യം അതാ. എല്ലാം ഒത്ത് ശരിയായി സന്തോഷം ആനന്ദമൊക്കെ ആകുമ്പോ പിന്നെ ദീനിന്റെ നിയമങ്ങളൊക്കെ മാറ്റിവെക്കും. ഹറാമുകൾ ഹലാലായി മാറുകയാണ്. ഇനി വാദിച്ച് വാദിച്ച് മസ്അലകൾ പരിശോധിച്ച് ഹലാൽ എന്ന് കണ്ടെത്തിയാൽ ഹറാമിലേക്ക് എത്തിക്കുന്ന ഹലാലുകൾ അതും ഹറാമല്ലേ? ഒരു ഹലാൽ അനുവദിച്ചതാണ് ശരി, ആ ഹലാലിൽ ഏർപ്പെടുമ്പോ എത്തിപ്പെടുക ഹറാമിലാണെങ്കിൽ മസല പരിശോധിക്കാണ്. ഇത് നേരെ ഖുർആൻ ഹറാമാക്കിയിട്ടുണ്ടോ, നബി ഹറാമാക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ റസൂൽ പറഞ്ഞില്ലേ, അൽ ഹറാമു ബയ്യിനുൻ വൽ ഹലാലു ബയ്യിനുൻ. ഹറാമ് ക്ലിയറാ, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹലാലോ അതും. അതിനിടയിൽ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാത്ത, സൂക്ഷിക്കണം. അതിൽപ്പെട്ടാൽ അവൻ ഹറാമിലാ പെടുക. അതാണ് ഹറാമ് കൃത്യമായി പറഞ്ഞു, ഹലാലും കൃത്യമായി പറഞ്ഞു. അതിനിടയിൽ ചില മുത്തശാബിഹാത്തുകളുണ്ട്. അതിലാരെങ്കിലും പെട്ടാൽ അവൻ പെടുക ഹറാമിലാണ്. ആടിനെ മേക്കുന്നവന്റെ ഉദാഹരണമാണ് റസൂൽ പറഞ്ഞത്. ഒരു അതിർത്തിയുണ്ട്, മറ്റു കർഷകന്റേതാ, അവിടെ കൃഷിയാ. അവിടെ നമ്മ അവിടേക്കൊന്നും കടക്കില്ല, നമ്മൾ ഇപ്പുറത്തെ ആടിനെ തീറ്റുന്നത്. ആ ആട് അങ്ങോട്ട് കടക്കാനുള്ള സാധ്യത പോലും അടച്ചു കെട്ടിക്കൊണ്ടായിരിക്കണം. ഒരു നിലയിലും ഈ ആട് മറ്റവന്റെ കൃഷിയിടത്തിലേക്ക് മേയില്ല എന്ന് ഉറപ്പുവരുത്തണം. ഹറാമാണ് അപ്പുറത്ത്, ഇത് ഹലാലാ. പക്ഷെ ഹറാമിലേക്ക് ജന്തെത്താൻ സാധ്യതയുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ആഘോഷല്ലേ അവിടെ, അപ്പൊ ഇങ്ങനെ കുട്ടികളല്ലേ, പാട്ടല്ലേ, കളിയല്ലേ, സംഗീതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹറാമിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ഈ സാഹചര്യം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? ഐശ്വര്യകാലത്ത് നീ അള്ളാഹിനെ ഓർത്ത് ജീവിക്കണം. എങ്കിൽ പ്രയാസത്തിന്റെ കാലത്ത് അള്ളാഹ് നിന്നെ ഓർക്കുകയും അറിയുകയും ചെയ്യും. കത് ജഫൽ ഖലം ബിമാ ഹുവ കായിൻ. ഇവിടെ സംഭവിക്കാനുള്ള എല്ലാ സംഭവങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. പേന വറ്റിപ്പോയി, ഇനി ആ പേനയിൽ മഷിയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, വേറെ ഹദീസിൽ ഏട് വറ്റിന്ന, എഴുതിയ പേജ് വറ്റിന്ന മായൂലാന്ന്. ആ എഴുതപ്പെട്ടത് അങ്ങനെ തന്നെയാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഫലൗ അന്നൽ ഖൽഖ കുല്ലുൻ ജമിയാ, എല്ലാ സൃഷ്ടികളും അറാദു അൻ യൻഫഉക ബിശൈഇൻ, നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, മനുഷ്യർ മാത്രമല്ല അള്ളാന്റെ സൃഷ്ടികളായിട്ടുള്ള എല്ലാവരും നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്താ? ലം യക്തുബുഹു അലൈക, അള്ളാഹു നിനക്ക് ആ ഗുണം
എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ, അല്ലാഹ് എഴുതിയിട്ടില്ലെങ്കിൽ ലം യഖ്ദിറു അലൈഹി, ആര് വിചാരിച്ചാൽ അവർക്ക് കഴിയില്ല. അള്ളാഹ് നിശ്ചയിച്ചു തന്ന നന്മയല്ലാത്ത ഒന്നും നേടിത്തരാൻ ഒരു ശക്തിയെ കൊണ്ടും കഴിയില്ല. വൈനറാദു അൻ യളുറുക, നിന്നെ ഉപദ്രവിക്കാൻ ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾ ഉദ്ദേശിച്ചാൽ ലം യക്തുബുഹു അല്ലാഹു അലൈക, ആ പ്രയാസം നിനക്ക് അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ലം യഖ്ദിറു അലൈഹി, ആര് വിചാരിച്ചാൽ അതിന് കഴിയില്ല. ഇതാണ് ഈമാൻ. ഇതാണ് നമ്മുടെ ഈമാൻ, പ്രിയപ്പെട്ടവരെ. അപ്പോ വളരെ ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക. നമ്മൾ റബ്ബിന്റെ അടിയാന്മാരാണ്. അവന്റെ കാരുണ്യത്തിലല്ലാതെ ഒരു നിമിഷം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. നമുക്കറിയില്ല നിൽക്കുന്ന സ്ഥലത്താണോ, കാലിന്റെ അടിയിൽ നിന്നാണോ വരിക, മുകളിൽ നിന്നാണോ, വശങ്ങളിൽ നിന്നാണോ വരിക, അറിയില്ല. അതുകൊണ്ട് റബ്ബിൽ തവക്കലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടി നമുക്ക് ബോധ്യപ്പെടുത്തും. നമ്മോ എന്തൊക്കെ നേടി, ഹലാലായതും ഹറാമായതുണ്ടെങ്കിലോ, കവർന്നതുണ്ടെങ്കിലോ, ചൂഷണം ചെയ്തതുണ്ടെങ്കിലോ, എന്നിട്ട് എവിടെ അതെവിടെ അതെവിടെ പോയി? അള്ളാഹ് പറയാണ്, മാ ഇൻദക്കും യൻഫദു, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം വറ്റിത്തീരും. അള്ളാഹ് പറയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ വറ്റും. വമാ ഇൻദല്ലാഹി ബാഖിൻ, ബാക്കിയാവുന്നത് അള്ളാഹുവിന്റെ പക്കലുള്ളത് മാത്രമാണ്. അപ്പൊ അള്ളാഹുവിന്റെ പക്കലുള്ളത് നേടാൻ വേണ്ടി ദുനിയാവിൽ സൂക്ഷിക്കുക, അതേ ഉള്ളൂ. എത്രയുള്ള ആളും അത് പോയി. എങ്ങനെ ഹലാലിൽ ശേഖരിച്ചതും പോയി, ഹറാമിൽ ശേഖരിച്ചതും പോയി. അതുകൊണ്ട് പരമാവധി റബ്ബിനെ സൂക്ഷിക്കുക, അള്ളാഹിന്റെ ഖുർആനിനെ അറിഞ്ഞ് പിൻപറ്റാൻ ശ്രമിക്കുക, പ്രവാചകന്റെ മാർഗനിർദ്ദേശങ്ങളെ, പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ സത്യവിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു മരണം എപ്പോഴും സംഭവിക്കാമെന്ന്. ഒറ്റ കാര്യയെ ശ്രദ്ധിക്കാൻ പറഞ്ഞത്, മരണത്തെ തടുക്കാൻ നമുക്ക് കഴിയില്ല. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിമായിരിക്കണം. ശിർക്ക് ചെയ്യുന്നവനാവരുത്, കുഫറിന്റെ ആളാവരുത്, ദൈവനിഷേധിയാവരുത്. അള്ളാഹുവിന് സമർപ്പിച്ച ഒരു ജീവിതത്തിന്റെ ഉടമയാകുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദുഃഖിക്കുന്നു, വിഷമിക്കുന്നു അവിടെ മരിച്ച മനുഷ്യരെ കുറിച്ച്. നമ്മ ആശിക്കുകയാണ്, നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവർ തൗഹീദിലായി മരിച്ചിരുന്നെങ്കിൽ, ശിർക്കൻ വിശ്വാസങ്ങളില്ലാതെ, കുഫറിന്റെ വിശ്വാസങ്ങളില്ലാതെ, പ്രവാചകൻ പഠിപ്പിക്കാത്ത ബിദ്അത്തുകളിൽ മുഴുകാതെ, വലാലത്തിലല്ലാതെ, അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനെ മാത്രം, എന്റെ റബ്ബ് മാത്രം എന്ന് വിശ്വസിക്കുന്ന ഷഹാദത്തിനോട് നീതി പാലിച്ച, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അറിഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിമായവൻ, ആ സാക്ഷ്യത്വത്തോട് നീതി പാലിച്ച്, സത്യസന്ധത പാലിച്ച്, എനിക്കൊരു ശൈഖോ വലിയോ തങ്ങളോ ജാറമോ ഒന്നുമില്ല, എൻ്റെ റബ്ബ് മാത്രമാണ് എന്ന വിശ്വാസത്തിൽ ആയിരുന്നു അവര് മരിച്ചിരുന്നെങ്കിൽ നിന്ന് കൊതിച്ചു പോവുകയാണ്. കിടക്കാൻ നേരത്തെ പല പ്രാർത്ഥനകൾ നബി പഠിപ്പിച്ചില്ലേ?
അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, അല്ലാഹുവേ എന്നെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്നാ, നിനക്കിതാ സമർപ്പിച്ചിരിക്കുന്നു എന്നാ, ഇനി വരാൻ പോണേനൊക്കെ ഉത്തരവാദി നീയായിരിക്കുന്നതാണ്. ഞാൻ ഉറക്കിലേക്ക് പോവുകയാണ്. ഉറങ്ങിക്കഴിഞ്ഞ മനുഷ്യന് ഒരു അള്ളാന്റെ കൽപ്പനയില്ല, ഖിതാബില്ല. ഒരു മനുഷ്യൻ ഉറങ്ങിപ്പോയി, ഒരു നമസ്കാര സമയം കഴിഞ്ഞുപോയി, ഫാൻ ഉയർത്തപ്പെട്ടു എന്നാ, അവന്റെ അക്കാര്യം രേഖപ്പെടുത്തൂല എന്നാ. എപ്പോഴാണോ അവൻ ഉണരുന്നത് അപ്പോഴായിരിക്കും അവന്റെ നമസ്കാര സമയം. കണ്ടോ, വളരെ കണിശല്ലേ നിസ്കാര സമയം. അസ്റാണ്, കൃത്യമായൊരു സമയമുണ്ട്. ആ മനുഷ്യൻ ഉറങ്ങിപ്പോയി, ഉറക്കത്തിലായി പോയി, ഖളാ പോലും പറയില്ല. അസറിന്റെ സമയത്തും ഉറങ്ങിപ്പോയി, പിന്നെ ഉണരുമ്പോൾ ഖളാ വീട്ടലല്ല, ഖളാ എന്ന് പറഞ്ഞാൽ തന്നെ വീട്ടില. അവന്റെ നമസ്കാര സമയം അപ്പോഴാണ്. അള്ളാഹ് ഇതൊരു ഇളവാ. അപ്പൊ ഒക്കെ എന്നെ റബ്ബേ എന്നെ നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു, എന്റെ കാര്യങ്ങളൊക്കെ റബ്ബേ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന നല്ല റബ്ബിനെ കുറിച്ചുള്ള നല്ല ബോധ്യത്തോടെയും റബ്ബിനോടുള്ള പ്രാർത്ഥനയോടെ സാന്ദർഭികമായിട്ട് പറയാണ് ആയത്തുൽ കുർസി, ആമനർ റസൂൽ, ഖുൽ ഹുവല്ലാഹു. അത് ഒരു വിഷയമാണ്, അത് ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് പിന്നെ പറയാം. ഇപ്പൊ ഈ വിഷയം പറഞ്ഞപ്പോ പറയാം. ഖുലാഉൽ ഫലക്ക്, ഖുലാഉൻ നാസ് പോലുള്ള ആയത്തുകളും ഇതുപോലുള്ള പ്രാർത്ഥനകളും എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുകയാണ്, എന്നെ ഏൽപ്പിക്കുകയാണ്. റബ്ബേ എന്നെ നിന്നിൽ നിന്ന് നിന്നിലേക്കല്ലാതെ രക്ഷയില്ല എന്നുള്ള ആശയത്തിലുള്ള പ്രാർത്ഥനകൾ. ആ രീതിയിലാണ് ആ സഹോദരങ്ങൾ മരണപ്പെട്ടിരുന്നെങ്കിലെന്ന് ആശിച്ചു പോവുകയാണ്. ഇപ്പോഴെങ്കിലും നമ്മുടെ സമുദായത്തിലെ പണ്ഡിതന്മാര് ഓർക്കണ്ടേ, എങ്ങനെ ആ സമൂഹത്തെ ശിർക്കിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് ഈ ദുരന്ത സന്ദർഭത്തിലെങ്കിലും ഓർക്കണ്ടേ. നമ്മള് അള്ളാഹു അതിന് അവർക്ക് നേർവഴി കാണിക്കുമാറാകട്ടെ, നമുക്കും നേർവഴി കാണിക്കുമാറാകട്ടെ. സുനാമി വന്നു, കരയെടുത്തു, ഇവിടെ ഒരു നാടങ്ങട് ഇല്ലാണ്ടായി. സത്യത്തിൽ അപ്പോ ഈ വചനമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഷിർക്കിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞതാ. നാം അവർക്കും അവിടെ പൂർവികർക്കും ജീവിതത്തിൽ സുഖഭോഗങ്ങൾ നൽകി, ആയുസ് നീണ്ടുപോയി, കാക്കാർന്നന്മാരായി ചെയ്തു വരുന്നതാണ്. അവർക്ക് ജീവിത വിഭവങ്ങളുണ്ട്. അഫലായറൗന, അവര് കാണുന്നില്ലേ എന്ന് അള്ളാന്റെ ഒരു ചോദ്യം. ഇവിടെ സുഖ ആഡംബരങ്ങളുണ്ട് എന്ന് സത്യമാണ്, പക്ഷേ ഒരു സത്യം അവർ കാണുന്നില്ലേ. ഭൂമിയെ എല്ലാ വശങ്ങളിൽ നിന്നും ചുരുക്കി ചുരുക്കി നാം കൊണ്ടുവരുന്നത് കാണുന്നില്ലേ. ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു ഭൂമിയെ അള്ളാഹ് ചുരുക്കി ചുരുക്കി. ചീനവല കണ്ടിട്ടില്ലേ നിങ്ങൾ? ചീനവല താഴ്ന്നു കിടക്കും, മത്സ്യങ്ങൾ സ്വാഭാവിക രീതിയിലാണ് അതിൽ നിൽക്കുന്നത്. ഒരാശങ്കയും മത്സ്യങ്ങൾക്കില്ല. അവര് കായലിലാണെങ്കിൽ കായ, പുഴയിലാണ് പുഴയിൽ, ആ പുഴയുടെ സ്വാഭാവിക അവസ്ഥയിലാണ് ആ മത്സ്യങ്ങളുള്ളത്. പിന്നെ വല പതുക്കെ എല്ലാ വസ്തുവും ചുരുക്കി ചുരുക്കി വരുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് മത്സ്യങ്ങൾക്ക് ബോധ്യമാവുക. അള്ളാഹ് ചോദിക്കാണ്, ഞാനൊരറ്റങ്ങളിൽ നിന്ന് ചുരുക്കി കൊണ്ടുവരേണ്ട ഈ ഭൂമിയെ. അഫഹുൽ ഖാലിബൂൻ, എവിടേക്ക് രക്ഷപ്പെട്ടു പോകാനാണവർ? എവിടേക്കാണ് അവർ വിജയിക്കുക? ഞാനിങ്ങനെ അവരിപ്പോ എത്ര ഖുർആൻ ആയത്ത് ഓതിയാലും ശ്രദ്ധിക്കൂല, റസൂലിന്റെ ഹദീസ് ഓതിയാലും ശ്രദ്ധിക്കൂല. ദുനിയാവിൽ സൗകര്യം അതല്ലേ എന്നുള്ളവർക്ക് ആർമാദിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കേ അള്ളാഹ് ചുരുക്കിക്ക ഒരേ തലേന്ന് ഇങ്ങനെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആയത്ത് സൂറത്ത് അംബിയായിലെ 44-ാമത്തെ ആയത്താണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്ന് നാം ഏവരെയും നമ്മുടെ നാട്ടുകാരെയും കാത്തു രക്ഷിക്കട്ടെ. പരലോകത്ത് റബ്ബിന്റെ കാരുണ്യത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഞാനൊരു വെള്ളിരേഖയെ കുറിച്ച് പറഞ്ഞല്ലോ.
മനുഷ്യര് വിദേശങ്ങളിൽ നിന്ന് വരെ സഹായങ്ങൾ ഒഴുകുന്നു. നമ്മുടെ സംഘടനയും പുനരധിവാസത്തിന് ശേഷം ഇപ്പൊ എല്ലാവരും സഹായിക്കുമല്ല. ഇനി അവർക്ക് വീടില്ല, നാടില്ല, ഒന്നുമില്ല. പുനരധിവാസം ഉദ്ദേശിച്ചുകൊണ്ട് ആ കഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ ഒരു ഫണ്ട് ഇന്നത്തെ വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും പ്രഖ്യാപിച്ചുകൊണ്ട് സമാഹരിക്കാൻ നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്നു. നമ്മൾ പല ദിവസവും പല ഫണ്ടിന്റെ കാര്യം പറയും. പലരും അതങ്ങനെ ഒരു ചടങ്ങ് എന്ന പോലെ. ഇതല്ലല്ലോ. റസൂൽ പറഞ്ഞല്ലേ, ആപത്തിൽപ്പെട്ടവരെ നാം സഹായിച്ചാൽ ആപത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ രക്ഷണത്. നമ്മൾ അവരെ സഹായിക്കുന്നത് അവരെക്കാൾ നമുക്ക് നമ്മോട് സ്നേഹമുള്ളത് കൊണ്ടാ. നിന്റെ സഹോദരനെ നീ സഹായിച്ചാൽ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആപത്തിൽ നിന്ന് അള്ളാഹു നിന്നെ കാത്തു രക്ഷിക്കും. അതുകൊണ്ട് ഒരു ചടങ്ങ് പരിപാടിയായിട്ട് ഇങ്ങനെ കുറച്ച് 10ന്റെ 20ന്റെ ഒക്കെ അതിലുണ്ടാവാറുണ്ട് പല ദിവസങ്ങളിലും ആഴ്ചകളിലും. ഇന്ന കാര്യത്തിനാണ് അതെന്ന് അറിഞ്ഞ് നിങ്ങൾ ചെയ്യണം. ആരെങ്കിലും ഇന്ന് തയ്യാറില്ലാതെയാണ് വന്നതെങ്കിൽ ശേഷവും നിങ്ങൾ പള്ളി ഭാരവാഹികളെ ഏൽപ്പിക്കാവുന്നതാണ്. അത് നമുക്ക് നമ്മുടെ ബാധ്യതയാണ്, ഒപ്പം നമ്മുടെ രക്ഷയാണ്. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.